കൊച്ചിയിലെ ആഡംബര ഹോട്ടലിലെ ലഹരിവേട്ടയിൽ ഡോക്ടറടക്കം പിടിയിലായ സംഭവത്തിൽ അന്വേഷണം ക്രൂയിസ് പാർട്ടിയിലേക്കും. അറസ്റ്റിലായ ഇവന്റ് മാനേജ്മെന്റ് ഉടമ ഷോൺ ശനിയാഴ്ച കൊച്ചിയിലാണ് ക്രൂയിസ് പാർട്ടി നടത്തിയിരുന്നത്. ഇതിലേക്കും ലഹരി എത്തിയിരുന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. ഡോക്ടർ, അഭിഭാഷകൻ, ഇവന്റ് മാനേജ്മെന്റ് ഉടമ എന്നിവരെയാണ് ഇന്നലെ കൊക്കൈനുമായി ആഡംബര ഹോട്ടലിൽ നിന്ന് പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ നിന്നും പ്രൊഫഷണൽസ് അടക്കമുള്ളവരെ മാരക ലഹരി മരുന്നുമായി പോലീസ് പിടികൂടി പിന്നീട് വിട്ടയച്ചത്. ഇതിലാണ് പോലീസിന്റെ കസ്റ്റംസിന്റെ അന്വേഷണം കൂടി പുരോഗമിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട മുഖ്യ കണ്ണിയായ ഷോൺ കഴിഞ്ഞ തവണ ശനിയാഴ്ച കപ്പലിലും ഇത്തരത്തിലുള്ള ലഹരി കച്ചവടം നടത്തിയതായി അല്ലെങ്കിൽ ലഹരി പാർട്ടി നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഏകദേശം ഡിസംബർ മാസത്തിൽ അനുബന്ധിച്ചും സമാനമായ രീതിയിൽ ഷോണിന്റെ നേതൃത്വത്തിൽ ഒരു ലഹരി കച്ചവടം നടത്തി, ലഹരി പാർട്ടി നടത്തി എന്ന നിഗമനത്തിലാണ് കസ്റ്റംസ് എത്തി നിൽക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൂടുതൽ തെളിവുകൾ ഇവർക്കെതിരെ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെയും കസ്റ്റംസിന്റെയും ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. കല്ലൂർ സ്വദേശിയും അഭിഭാഷകനുമായ രോഹിത് നായർ, കല്ലൂർ സ്വദേശിയും റെസ്റ്റോറന്റ് ഉടമയുമായ ഓസ്റ്റിൻ ജോസ്, കെമിക്കൽ ട്രീറ്റ്മെന്റ് ബിസിനസ്സുകാരനായ ജിനോ മുരളി, ആലപ്പുഴ സ്വദേശിയും ന്യൂട്രീഷനുമായ അക്ബർ ഷാ, പന്തളം സ്വദേശിയും ദന്ത ഡോക്ടറുമായ ബെൻസി റാവുത്തർ, ഫിസിയോതെറാപ്പിസ്റ്റ് തെസ്ലി ഫാത്തിമ, കണ്ണൂർ സ്വദേശിനിയും ഏവിയേഷൻ വിദ്യാർത്ഥിയുമായ അമൽ റൌഫ്, തിരുവനന്തപുരം ശംഖുമുഖം സ്വദേശി ഷാജി ഫെർണാണ്ടസ് എന്ന ഷോൺ എന്നിവരെയായിരുന്നു പോലീസ് ഇന്നലെ പിടികൂടിയ സാഹചര്യമുണ്ടായി. എന്തായാലും ഇവർ ഇത്തരത്തിൽ ലഹരി കച്ചവടം നടത്തുന്ന അല്ലെങ്കിൽ ലഹരി പാർട്ടികൾ നിരന്തരം സംഘടിപ്പിക്കുന്ന ആളുകളാണെന്നൊരു നിഗമനത്തിലാണ് കസ്റ്റംസും എത്തി നിൽക്കുന്നത്. ഇവർക്ക് വിദേശത്ത് നിന്നുമാണ് ഇത്തരത്തിൽ മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുന്നത് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. എന്തായാലും ഇവരെ പിടികൂടി വിട്ടയക്കുന്ന സാഹചര്യമായിരുന്നു ഇന്നലെ സംഭവിച്ചത്. കാരണം അളവിൽ കുറഞ്ഞ ഇതായിരുന്നു ഇവരുടെ കൈവശം വെച്ചിരുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണവും കസ്റ്റംസിന്റെ അന്വേഷണവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കൂടുതൽ തെളിവുകൾ ഇവർക്കെതിരെ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത ദൗത്യം. ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.